കൺസാൻഗ്യൂനിയസ് മാരേജസ് എന്ന് പറയുന്നത്, അഥവാ മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ മുറച്ചെറുക്കനെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ മുറച്ചെറുക്കനെ കല്യാണം കഴിക്കുന്ന സമയത്ത് നമുക്കറിയാം അച്ഛൻ്റെയും അമ്മയുടെയും DNA നമുക്ക് കിട്ടും. അതൊരു DNA ഒരു മാലയായിട്ട് സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ മുത്തുകൾ ജീനുകളായിട്ട് സങ്കല്പിക്കുക. ജീനുകളാണ് നമ്മുടെ ശരീരത്തിലെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ജീനുകൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ നമ്മളതിനെ ഹെട്രോസൈഗസ് എന്ന് വിളിക്കും. സെയിം ആണെങ്കിൽ അത് ഹോമോസൈഗസ് എന്ന് വിളിക്കും. ഈ ഹോമോസൈഗസ് അത്ര സുഖകരമായിട്ടുള്ള ഒരു സംഭവമല്ല. ഈ ഹോമോസൈഗസ് തന്നെ ചില സാഹചര്യങ്ങളിൽ ഒരൊറ്റ ആളിൽ ഉണ്ടായ DNA മറ്റ് തലമുറകളിലൂടെ കൈമാറി 2 കോപ്പികളിലും വരും. ഇത് ഭയങ്കര അപകടം പിടിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിനെയാണ് ഐഡൻറ്റിക്കൽ ബൈ ഡിസെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഐഡൻറ്റിക്കൽ ബൈ ഡിസെൻറ്റിലൂടെ നമുക്ക് പല റിസസീവ് ആയിട്ടുള്ള ജനിതക രോഗങ്ങളും ഉണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് കാണാം, മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള ഒരാൾ കല്യാണം കഴിക്കുന്നു. മെൻ്റലിൻ്റെ നിയമം അനുസരിച്ച് 50% കുട്ടികൾക്ക് ആ മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. അതിൽ മ്യൂട്ടേഷനുള്ള ആൾക്കാർ വീണ്ടും കല്യാണം കഴിക്കുന്നു, അവർക്ക് കുട്ടികളുണ്ടാകുന്നു. അതിലും മ്യൂട്ടേഷനുണ്ട്, അവർ തമ്മിൽ കല്യാണം കഴിക്കുന്നു. അതിനാണ് മുറച്ചെറുക്കൻ മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അതിൽ 25% ആൾക്കാർക്ക് ആ ഡിസീസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്.